ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ക്രാഫ്റ്റ് വണ്ടേഴ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഓർഗൻസ ക്ലോത്തിൽ എങ്ങനെയാണ് ഫാബ്രിക് പെയിൻറ്റ് ചെയ്യാന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഈ ഓർഗൻസ ക്ലോത്തിൽ എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഷോളാണ്, ദുപ്പട്ടയാണ്. അപ്പോൾ ദുപ്പട്ടയിൽ എങ്ങനെയാണ് നമുക്ക് പെയിൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഞാനിതാ ഒരു ഷോൾ എടുത്തിട്ടുണ്ട്. ഈ ദുപ്പട്ട എന്ന് പറഞ്ഞാൽ ഈ ഓർഗൻസ ക്ലോത്താണിത്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര നൈസായിട്ടുള്ള മെറ്റീരിയലാണ്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ നമുക്ക് സാധാ ഫാബ്രിക് പെയിൻറ്റ് ചെയ്യുന്നത് പോലെ ഇതിൽ ചെയ്യാൻ പറ്റില്ല. കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഞാനിവിടെ ഒരു ഫ്ലോറൽ ഡിസൈൻ എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും നമുക്ക് ഇങ്ങനത്തെ ക്ലോത്തിലൊക്കെ നമുക്ക് ഫ്രീ ഹാൻഡ് പെയിൻറ്റിംഗ് ആണ് കൂടുതൽ നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പേപ്പർ വെച്ച് ട്രേസ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാം. ഞാനിപ്പോൾ ട്രേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ ഇതുപോലെ ട്രേസ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു ക്ലോത്തിന് നമ്മൾ സാധാ ഫാബ്രിക്കിൽ ചെയ്യുന്ന പോലെ, സാധാ കോട്ടൺ ഫാബ്രിക്കിൽ ചെയ്യുന്ന പോലെയല്ല ഇതിൽ ചെയ്യാനായിട്ട്. ഇതിൽ നമുക്ക് കുറച്ച് എന്താ പറയുക, ബ്ലീഡ് ആവാൻ സാധ്യതയുണ്ട്, കളറുകൾ ഇങ്ങനെ സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ കളർ ചെയ്യാനായിട്ട് ഞാൻ 4 കളർ ഫാബ്രിക് പെയിൻറ്റ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. ഇവിടെ ഞാൻ വയലറ്റ് കളർ എടുത്തിട്ടുണ്ട്, ലൈറ്റ് വയലറ്റ്. അതുപോലെ റെഡ് കളറ്, അത് സാധാ റെഡ് കളർ ക്രിംസൺ ആണത്. പിന്നെ നമുക്ക് സാബ് ഗ്രീന്, പിന്നെ സാധാ യെല്ലോ. ഈ 4 കളേഴ്സ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഈ ക്ലോത്തിൻ്റെ പ്രത്യേകത ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇത് കുറച്ച് എന്താ പറയുക സിൽക്കി ടൈപ്പാണ് ഈ ഓർഗൻസ ക്ലോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം പെയിൻറ്റ് ചെയ്യാനായിട്ട്. ഇത് നന്നായിട്ട് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം അല്ലെങ്കിൽ മീഡിയം മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. പിന്നെ ഒരു മെത്തേഡ് ഞാൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാ 3D ഔട്ട്ലൈനർ കിട്ടും നമുക്ക്, ലിക്വിഡ് എംബ്രോയിഡറി എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾ വെച്ച് ഫസ്റ്റ് ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം നമുക്ക് കളേഴ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് സ്പ്രെഡ് ആവണത് കുറഞ്ഞ് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സാധാരണ പോലെ ചെയ്തിട്ട് പിന്നെ ഔട്ട്ലൈൻ കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സാധാരണ കളർ ചെയ്തതിന് ശേഷമാണ് ഔട്ട്ലൈൻ കൊടുക്കുന്നത്. അപ്പോൾ 2 മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ സാധാരണ പെയിൻറ്റ് ചെയ്യുന്ന പോലെ പെയിൻറ്റ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ഈ തുണിയിൽ പിടിക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ടാവും ചെയ്യുക. അപ്പോൾ വെള്ളം മിക്സ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ആവുകയും ചെയ്യുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ഫ്രീ ഹാൻഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് നല്ലത്. നമ്മൾ ഒരുപാട് ഡിസൈനുള്ള ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. ഇതുപോലത്തെ ഫ്ലോറൽ അതുപോലെ സിമ്പിൾ ഡിസൈൻസുകളൊക്കെയാണ് ഇതിന് ഏറ്റവും നല്ലത്. ഇനി ഞാൻ ഇതിന് ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട് ഇവിടെ 3D ഔട്ട്ലൈനറാണ് യൂസ് ചെയ്തിട്ട്, ലിക്വിഡ് എംബ്രോയിഡറിയുടെ ഗോൾഡൻ കളറാണ്. ഞാനിത് മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യം ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം കളർ ഫില്ല് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഒരു താല്പര്യം പോലെ ചെയ്യുക. അപ്പം ഇവിടെ ഞാൻ 3D ഔട്ട്ലൈനർ വെച്ചിട്ട് അതിന് ഔട്ട്ലൈൻ കൊടുക്കുകയാണ്.
ഈ 3D ഔട്ട്ലൈനർ നമ്മുടെ ഫാബ്രിക് പെയിൻറ് പോലെ പെട്ടെന്ന് ഉണങ്ങില്ല. ഇത് കുറച്ച് ഇങ്ങനെ 3D ടൈപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും അത് ഒന്ന് ഡ്രൈ ആയി കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം പെയിൻറ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു 24 hours ഇതുപോലെ വെക്കുക. അതിന് ശേഷം ബാക്ക് സൈഡ് അയൺ ചെയ്യുക. അയൺ ചെയ്യണം നിർബന്ധമാണ് കേട്ടോ. ബാക്ക് സൈഡ് അയൺ ചെയ്യുക, എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു ഗ്രീൻ വെച്ചിട്ട് ഇതിങ്ങനെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വെറുതെ ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അതിപ്പോൾ നിങ്ങൾ ചെയ്യണമെന്നില്ല, നിങ്ങളുടെ ഒരു ഡിസൈൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇതാ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു ദുപ്പട്ടയുടെ ഒരു സൈഡിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ദുപ്പട്ട ഏത് ഭാഗത്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമുക്കിത് സാരിയിലൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഓർഗൻസ സാരി അതിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഡിസൈന് നമുക്ക് ഈ ഓർഗൻസ ക്ലോത്തിൽ നിന്നല്ല ഏത് ഇതിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട്. ഒരു ചെറിയൊരു ക്ഷമയോടുകൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസുമായി ഇനിയും കാണാം. ബൈ ബൈ.